നായക്കറിനേട്ടൻ ഇവിടെ എന്താ ചെയ്യാ? വെളുത്തമ്മനെ കാത്തു എന്റെ കണ്ണ് കടച്ചി. ഞാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. വെളുത്തമ്മ എവിടെ പോയതാ? ഞാൻ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി വാങ്ങാൻ പോയതാ. എന്റെ വെളുത്തമ്മ ഈ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വാരി തേക്കല്ലേ. വേണമെങ്കിൽ കുറെ ഫെയർ ആൻഡ് ലവ്ലി മേടിച്ചു തരാം. സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ. ചോ, അത് അവരല്ലേ. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഭ്രാന്ത് മാറിയില്ലേ? കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇനി 14 ദിവസം കൂടി ബാക്കി. അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട്. അല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചില്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അത് വെളുത്തമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. 30 ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം. പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെയാ പറയാറ്. അല്ല, ഞാൻ പോണു. ആ കാലന് ഞാനൊരു കാലനാ. ആ കിളവൻ എഴുന്നേക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും, അല്ലെങ്കിൽ ഞാൻ കിടത്തും. കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കുഴപ്പമില്ല. ദേ വിളിച്ചോ, സിദാൻ 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 വിളിച്ചോ. ഹലോ, ഒരു പാവങ്ങളെ ഇവിടെ കാണുന്നില്ല. ഈ പാവങ്ങളൊക്കെ എന്ത് ഇങ്ങനെ? എന്തൊക്കെയാണ് രാഘവൻ ചേട്ടാ വിശേഷങ്ങള്? മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ചെറുക്കന്റെ വീട്ടുകാർ 25 പവനാ ചോദിക്കുന്നത്. ആ കാര്യം ഓർക്കുമ്പോ എന്റെ ചങ്ക് പെടപെടാന്ന് പിടയ്ക്കുക. രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു എമ്പക്കം വിടായിരുന്നു. രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനല്ല ഇവിടെ ഉള്ളത്, ധൈര്യമായിട്ട് വെക്കുവോ. കല്യാണ ചെറുക്കൻ പന്തലിലെത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും. ഇത് കൊച്ചുണ്ണിയാ പറയുന്നത്. കടപ്പുറം കൊച്ചുണ്ണി, കൊച്ചുണ്ണി കൊച്ചുണ്ണി കടപ്പുറം കൊച്ചുണ്ണി. ഈശ്വര, സമാധാനമായി. അവൻ എവിടെങ്കിലും പോയി കക്കട്ടെ. വെളുത്തമ്മ 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 വെളുത്തമ്മ. എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ഇട്ട് പറ്റിക്കണേ? ഈ പലിശരാജയുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം. ഇവന്മാരിത് എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കിട്ടിപ്പോയി. കുറെ ഉണ്ടല്ലോ. എന്റെ പിച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത്, അല്ല പണിയുണ്ടാക്കരുത്. തൽക്കാലം ഇത് പിടിച്ചോ, ഒരു കുഞ്ഞറിയരുത്. എന്താടാ പിരിക്കുട്ടി നിങ്ങൾ കിടന്ന് പരിങ്ങണേ? അതെ, ഞാൻ രാഘവഞ്ചന്റെ കണ്ടു എപ്പോഴും ഒഴിഞ്ഞു മറിയാണ്. അത് ഞാൻ നിനക്കൊന്നും തരാനല്ലോടാ പിരിക്കുട്ടി. അതല്ല, രാഘവഞ്ചന്റെ ഈ ദുഃഖിച്ചുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആവും. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു അവസ്ഥയിലാണ് പിരിക്കുട്ടി ഞാനിപ്പോ. വല്ല വിഷവും കഴിച്ച് ചത്താലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട്. ബൈ ദ വേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് രാഘവഞ്ചന്റെ ചെയ്യാൻ പറ്റുമോ? വല്ല കെട്ടിത്തൂക്കും ചാകാനോ പറ്റാണോ? അതല്ല, ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്ത് കത്തനാര്. അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ 25 പവൻ എവിടെ ഉണ്ടെന്ന് ആ അച്ഛൻ അറിയാൻ പറ്റും. ആ പലിശക്കാരനും ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകരുത്. ശരി, അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ. ഇത് വല്ലതും നടക്കുവോ ആവോ? 25 അതായത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും. ഇതെന്താണ് എഴുതി വെച്ചേക്കണത്? മനസ്സിലായ?
അതെ ആ. അറിയില്ലേലും ഞാൻ വായിച്ചത് ആ. അച്ഛന്റെ പഴയ HMD വാച്ച് കാണുവാനില്ല കണ്ടു കിട്ടുന്നവർ പള്ളി കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക അതാണ് സംഭവം ആ. ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവരെ നിങ്ങൾ തള്ളണം. ആരെ അതാരാണ് ശരി അവനെ തള്ളണം. ആരോട് കൊണ്ടുവന്നവനെ തല്ലണല്ലേ ഇവനല്ലേ കൊണ്ടുവന്നത്? കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാം കട്ടുകൊണ്ടുപോയി. ഈ വീട് പണയപ്പെടുത്തിയ രാഘവന് സ്വർണം എടുത്തു കൊടുത്തത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഗുണമുള്ള കേസാ. എന്താടോ പളനി, കാര്യം പറ. കുറച്ച് പണം മുടക്കിയാൽ ഗുണമുള്ള കേസാണ്. ആ ഇവിടെ ദുഃഖിച്ചിരുന്ന് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂടിയിട്ട് കാര്യമില്ല. ഒരു കര വെച്ചണ്ടേ? പിന്നെ അങ്ങേ കര. ഞാൻ അറിഞ്ഞു ദുബായിക്ക് ആളെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ് വടവളനിന്ന്. ആട്ടെ, എത്ര രൂപ വേണ്ടി വരും? നിസാരപ്പെട്ട 50,000 രൂപ. വീടും സ്ഥലവും പണയപ്പെടുത്തി 50,000 രൂപ ബാക്കിയുള്ളൂ. അത് ഞാനും മാത്രമേ ഇനിയുള്ളൂ. അത് തന്നാൽ നിങ്ങൾ ഞാൻ ബാക്കിയാക്കും. എന്ത്? അല്ല, ദുബായിലെ അറിവുകളെല്ലാം നിങ്ങളുടെ ബാക്കിലാകും എന്നാ പറഞ്ഞത്. എന്നാ ശരി, ഞാനിപ്പോ വരാം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ദാ. ഇത് മതി, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എവിടെടാ തെണ്ടി തെണ്ടി? എന്റെ പൊന്നു സാറേ, ഞാനല്ല കട്ടത്. പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ ഒരു പണം കൊടുത്തു? സെർജ് തന്നതാണ്. ആര്? ലവൻ എന്റെ പിച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത്, അല്ല പണിയുണ്ടാക്കരുത്. ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. തമിഴാണ് ഏതാനേ ആ കള്ളൻ സംസാരിച്ചത്. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നുടാ. പിസി, ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തോ. തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടോ അയാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്? 25 പവൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ. വിരലടയാളം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവന്മാരെ പൊക്കാം. ഇങ്ങോട്ട് നടക്കണം അങ്ങോട്ട്. രാഘവൻ ചേട്ടോ, കൊച്ചുണ്ണിയോ? എന്താ കൊച്ചുണ്ണി? കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് മുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർണ്ണം എത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, കളവ് കഴിഞ്ഞ് വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോ സ്വർണം കാണാനില്ല. അല്ല, അതാര് കൊണ്ടുപോയി? അവൻ തന്നെ, അല്ലാണ്ടാരാ? എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കര പക്കി മാത്രം. ഇത്തിക്കര പോയി പക്കിയുടെ പക്കിന് 2 കുത്തു കൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോ താമസിച്ചു. അതാ ലേറ്റ് ആയത്. പിന്നെ അവിടെ നടന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ? ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടിലാ. അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി. എന്റെ മകളുടെ കല്യാണവും മുടങ്ങി. കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ? എന്റെ മോള്. രാഘവേട്ട, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർ മുക്കി ഞാൻ കല്യാണം കഴിക്കാം. ഒരു കള്ളനായി എനിക്കൊരു ഹൃദയമുണ്ട്. നിനക്ക് മാത്രമല്ലടാ, ഹൃദയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവൾക്ക് സമ്മതമാണോന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് കൊച്ചുണ്ണിയേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതക്കുറവൊന്നുമില്ല. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി.